Today we can hear God's voice. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഇന്നത്തെ third series. Today we are taking the third series, Victory Truth, അഥവാ the foundation of victory. വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലെ മൂന്നാമത്തെ സീരീസിലേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു. കൊലോസ്യരുടെ ലേഖനം 2 അതിൻ്റെ 15 നമുക്ക് വായിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി അവൻ ക്രൂശിൽ അവരുടെ മേൽ വിജയം ആഘോഷിക്കുകയും അവയെ പരസ്യമായി കാഴ്ചയാക്കുകയും ചെയ്തു. വാഴ്ചകൾ നമ്മൾ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതില് 1-ാം സ്വർഗം ആയിരിക്കുന്ന സ്ഥലത്ത് പൈശാചിക വാഴ്ചകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താതെ ബ്ലോക്കാക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്. അതാണ് വാഴ്ചകൾ. ഒന്ന്, അതും ഈ ഭൂമിയിൽ അവൻ അധികാരം ഏറ്റെടുത്തിരിക്കുക. പലരും അധികാരം പിശാചിന്റെ മേൽ കൊടുത്തേച്ചും കിടന്ന് അനുഭവിക്കുക. യേശു ക്രൂശിൽ സകലതും ഏറ്റെടുത്ത് മനുഷ്യൻ പിശാചിന്റെ മേൽ കൊടുത്ത അധികാരം, അഥവാ ഒന്നുകൂടെ വെളിപ്പെടുത്തി പറഞ്ഞാൽ ദൈവം മനുഷ്യന് കൊടുത്ത അധികാരം മനുഷ്യൻ പിശാചിന്റെ കയ്യിലേക്ക് കൈമാറി. ആ അധികാരം യേശു ക്രിസ്തു, ആമേൻ, 2-ാം ആദമായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ, ക്രൂശിൽ മരിച്ച് ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ആ ജയം ദൈവം ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ എന്തെല്ലാം പിശാച് മനുഷ്യന്റെ കയ്യിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയോ അത് കർത്താവ് തിരിച്ച് മടക്കിയെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും, ഈ വാഴ്ചകൾ ക്രിസ്തു, ആമേൻ, വാഴ്ചകളെ, ആമേൻ, അധികാരങ്ങളെയും വീണ്ടെടുത്തു. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറയുന്ന, ആമേൻ, ദൈവം മനുഷ്യന് വാഴുവാൻ ഉള്ള അധികാരം കൊടുത്തു. ആമേൻ, ആ അധികാരത്തെ പിശാച് തട്ടിയെടുത്തത്. ആമേൻ, ആ വാഴുവാനുള്ള അധികാരം പിശാച് തട്ടിയെടുത്തു. അധികാരം ദൈവം കൊടുത്ത, മനുഷ്യന് കൊടുത്ത അധികാരത്തെ പിശാച് തകർത്തു കളഞ്ഞു, ഏറ്റെടുത്തു. ഇന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ വാഴ്ചകളെയും അധികാരങ്ങളെയും, ആമേൻ, മടക്കിയെടുത്തു. ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, ആമേൻ, ആ കടങ്ങളെല്ലാം വീട്ടി യേശു, ആമേൻ, അവനെ പരസ്യകോലമാക്കി, പിശാചിനെ പരസ്യകോലമാക്കി. നമുക്കൊന്നുകൂടെ വായിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി അവൻ ക്രൂശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും അവയെ പരസ്യമായി ആക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പരസ്യകോലമാക്കി കളഞ്ഞു പിശാചിനെ. ഇത് സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കുള്ള അധികാരം, നമ്മൾ ക്രിസ്തുവിൽ വാഴാനുള്ള, ആമേൻ, ആ കൃപ ദൈവം മടക്കി തന്നിരിക്കുക. അതുകൊണ്ട് എന്നാന്നറിയാവോ, നമ്മൾ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തുവിൽ വാഴണം. മനുഷ്യന് കൊടുത്ത ഡൊമിനിയൻ, ടേക്ക് ഡൊമിനിയൻ, വാഴുക ക്രിസ്തുവിൽ. ഹല്ലേലൂയ. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു, ക്രിസ്തുവിൽ വാഴുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൃപയാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ, ആമീൻ, ദൈവം തന്നിരിക്കുന്നത് വാഴുവാൻ അത്ര. ഹല്ലേലൂയ. ദൈവിക അധികാരത്തിൽ ഇറങ്ങി, ആമീൻ, നടക്കുവാനാണ്. ഇന്ന് അത് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവ ക്രിസ്തുവിൽ നിങ്ങൾ വാഴുകയും അവന്റെ അധികാരത്തിൽ നിങ്ങൾ നടക്കുകയും ചെയ്യട്ടെ. യെസ്, അത് തിരിച്ചറിയ. അവനെ പരസ്യകോലമാക്കി യേശു ക്രൂശിൽ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും,
അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ കേൾക്കപ്പെട്ട തിരുവചനം ഈ 3rd സീരീസ് ഇവർ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ മേൽ ഒരു അധികാരം വന്നിറങ്ങട്ടെ. ദൈവിക അധികാരം മടക്കി എടുക്കട്ടെ. ആ അധികാരത്തിൽ ഇവരൊക്കെ നടക്കട്ടെ. സ്തോത്രം. ക്രിസ്തുവിൽ അവർ വാഴട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. Have a nice day.